എന്താ നിന്റെ ഫോൺ റീച്ച് ആവുന്നില്ലല്ലോ? നീ എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി, പറയാം. എന്താ കാട്ടോസിയുടെ കാര്യ? അവൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ജീവനോടെ ഉണ്ടോ അത് ചത്തുപോയോ? പിന്നെ വാസിയോ? സെക്യൂരിറ്റി, ഇവനിവിടെ എന്ത് ജോലി ചെയ്യുന്നത്? എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് സാറേ. ചാടുന്നു, കുതിക്കുന്നു, സംടൈം പറക്കുന്നു. വീടൊരു കാഴ്ച ബംഗ്ലാവായി മാറി. മേഡമല്ലേ ട്രെയിനിങ് കൊടുക്കുന്നേ? നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നല്ല ചില്ലറ എണ്ണി വാങ്ങിക്കാം കേട്ടോ. നോ, ഹിസ് വെരി സ്വീറ്റ്. എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ച. കാവ്യന്റെ കൂടെ വരും, ഓഫീസിലേക്ക്. ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവനെ എന്തിനാ കൊണ്ടുപോകുന്നത്? Let him come. അന്ന് അവര് പറഞ്ഞ ട്രിപ്പിന്റെ കാര്യം മറന്നോ? ഉടനെ പ്ലാൻ ചെയ്യണം. എന്ത് സൺറൂഫ് എന്തിനാ തുറന്നത്? തുറന്നില്ലെങ്കിൽ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചാണ്. ഹലോ ഹലോ മോളെ, ഇത് ചിറ്റപ്പനാ സംസാരിക്കുന്നത്. യെസ്. മോളെ കാണാൻ വന്നപ്പോ എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല മോളെ. ഞാൻ ചിറ്റപ്പനാന്ന് കരഞ്ഞു പറഞ്ഞിട്ടും സെക്യൂരിറ്റി എന്നെ അകത്തേക്ക് വിടുന്നില്ല മോളെ. ഹലോ മോളെ. ഹലോ, എന്റെ ഡാഡി നിങ്ങളോട് അവിടെ വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഇനിയൊരു പ്രാവശ്യം ഇങ്ങനെ കാണാനോ ഫോൺ ചെയ്യാനോ ട്രൈ ചെയ്തെന്ന് വെച്ചോ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കും ഞാൻ. അച്ഛന്റെ അനിയനാണെന്നോ? അച്ഛന്റെ അനിയനും പുല്ലൊന്നുമല്ല. സ്വത്തിനു വേണ്ടി നിന്റെ അച്ഛനെ കൊന്നവനാ. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ വീണ്ടും സ്വത്തടിക്കാൻ നിന്റെ അടുത്ത് വരാൻ നോക്കുക. അറിയില്ല. ഏതാണ് ഇവനൊക്കെ? ഏയ് അവിടെ നിൽക്കടാ. ഞാൻ ചെയ്ത വലിയ തെറ്റ് നിന്നെ സ്നേഹിച്ചതാ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ കല്യാണം കഴിച്ചതാണ്. നിന്നെയൊക്കെ സ്നേഹിച്ചിട്ട് അങ്ങനെ തന്നെ കളയണമായിരുന്നു. കളയും. അങ്ങനത്തെ ഫാമിലി ആണല്ലോ നിന്റെ ഫാമിലി. ഫാമിലിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞ നിന്റെ പല്ലടിച്ചു കളയും ഞാൻ. എന്താ അടിച്ചേ? ഈ ഫോണിലാകുമ്പോ ധൈര്യത്തിൽ പറയാലോ. നീ ഒരുപാട് ഓവറാവുന്നു. കട്ട് ചെയ്തോ. വാട്ട്? ഹലോ, എക്സ്ക്യൂസ് മീ, താനാരാ? ഹലോ, വാട്ട് യു വാണ്ട്? ഹലോ ഹലോ, എന്റെ കൈ മാഡം വിളിക്കുന്നു. ഹലോ ഹലോ, ഏതാ സാറിന് മാഡം വിളിക്കുന്നു. വാസി, നീ എവിടേക്കാ പോയെ? ഇന്ന് ഓഫീസിൽ സാലറി ഡേയാ. നീ 15 days വർക്ക് ചെയ്തതല്ലേ? ഇതാ പിടിക്ക ശമ്പളം. വാങ്ങ്. ഏയ് കാവ്യേ, ഇത് വാങ്ങ്. മണി ഇത് പൈസ. മാഡം, ഇദ്ദേഹം ഡെയിലി ഓഫീസിലേക്ക് വരൂ? എന്താ? അല്ല, വന്ന ഉടനെ വേറെ സ്റ്റാഫായിട്ട് ഇയാളെ ബഹളം ഉണ്ടാക്കി. കണ്ടിട്ട് എന്താ പോലെയുണ്ട് മാഡം. എല്ലാരും പേടിച്ചിരിക്കുക. ഡെയിലി വരികയാണെങ്കിൽ ഇയാളെ എവിടെ ഇരുത്തുക? നിങ്ങളുടെ റൂമില്. കരടിയെ കാണാൻ ക്യൂട്ടാ, പക്ഷെ അത് കാട്ടിൽ വളരുന്നതാ അതിന്റെ ഒരു ഭംഗി. പക്ഷെ അത് വീട്ടിൽ വന്ന ഭംഗി ഉണ്ടാവില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ? ഇനി ഞാനെങ്ങനെ വിവരിച്ചു നിന്നോട് പറയുന്നത്? അയ്യോ, അപകടം, ഡേഞ്ചർ! എന്ത് പറ്റി? മാഡം അവനെന്താ ചെയ്യുന്നത് കണ്ടില്ലേ? ഇന്ന് അവൻ ഈ ഓഫീസ് മുഴുവൻ കത്തിക്കും. മാഡം ഒന്ന് പറയൂ വേഗം. AC ഓഫ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എനിക്ക് പേടിയാവുന്നു. എടാ, പുറത്തേക്ക് ഇറങ്ങി വാ. എന്താ ഇത്? മര്യാദയ്ക്ക് പറയുന്നത് കേൾക്കും. അങ്ങോട്ട് കാശാണോ അത്? കാശിന്റെ വാല്യൂ എന്താണെന്നറിയാതെ ഇവനെ എന്ത് കാണാനോട് നിർത്തിയിരിക്കുന്നത്? ശരിയാ മാഡം, ഇവിടെ അയാൾ വേണ്ട. ക്യാഷ് വാങ്ങാതെ വൗച്ചർ എഴുതി മോതിരത്തിന് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നു. കാശില്ല എന്ന് പറഞ്ഞു സാർ. അതിന്
പലിശയ്ക്ക് പണം കൊടുക്കലാണ് പണി. ഇതെന്ത് കേസാന്നറിയോ? സാറേ, ഫാമിലി പ്രോബ്ലംസ് ഒരുപാടുണ്ട്. ഇത് വെറുതെ കേസാക്കല്ലേ സാറേ. എവിടേക്കാ പോയെ? ചെന്നൈയിലേക്ക്. Excuse me, he's with me. Come, Basi. Hey, Kavya! Hey, Come. come. ഇവൻ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? What? Nothing. ഹേയ് വാസി അമ്മാവാ. Yeah. ഹേയ് What is this? Huh? Fashion? ഹേയ് ഇത് നോക്കണേ, സ്ലീവ്ലെസ് ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. അതാ കുടിച്ചോ. Hey, what? Yeah. ശരി, ഓക്കെ. തണുക്കുന്നുണ്ടോ? ഇവൻ ചാടുന്നത് പറക്കുന്നൊക്കെ കാണണോ നിനക്ക്? ജംപ്, ഒന്ന് ചാടാ. ജംപ്. എന്താടാ നോക്കി പഠിപ്പിക്കുന്നേ? ഒന്ന് തരട്ടെ നിനക്ക്. ജംപ്. Hey, Vicky, stop it. Is this how you treat people? Don't you have sense? What's wrong with her? I'm leaving. കാവ്യ, ഇതെല്ലാം നിന്റെ തലേ വന്നല്ലോടാ പുലിമുരുക. വാസി വാഷിംഗ് ചെയ്യത്തില്ലല്ലോ. കേറി വാ. ഇനി മുതല് നിന്റെ സ്ഥാനം എവിടെയായിരിക്കും? വാസി, ഇതാണ് ലൈറ്റ്. ഓഹോ, ഇതിന്റെ പേര് ഫാന്. അതാണ് AC. വാസി, എന്താ ചെയ്യണേ? AC ഉണ്ട്. തുറക്കണ്ടെന്നേ. ഇവൻ നമ്മളെ പോലെയാണോ കാറ്റ് കാശ് കൊടുത്ത് വാങ്ങാൻ വേണ്ടി? സാർ, അവരെ കണ്ടിട്ട് ഏതോ വലിയ വീട്ടിലെ പിള്ളേരാണെന്ന് തോന്നുന്നത്. ഈ ഫോട്ടോസ് എല്ലാ സ്റ്റേഷനിലേക്ക് അയച്ചിട്ട് ഞാൻ അവരോട് അന്വേഷിക്കാൻ പറയാം. എവിടെയാണെങ്കിലും പൊക്കി വെക്കാം.